സാറ് ഈ പറഞ്ഞ പോലെ ഒരു 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 ഐഡിയോളജിയിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന ആൾ. സാറിൻ്റെ മക്കളിൽ ഒരാൾ പ്രശസ്ത സംവിധായകനാണ് ശ്യാമപ്രസാദ് സാർ. സിനിമകളോടുള്ള സാറിൻ്റെ ആഭിമുഖ്യം എങ്ങനെയാണ് സാർ? സിനിമ തീർച്ചയായിട്ടും ആധുനിക കാലഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിനോദത്തിന് മാത്രമല്ല എഡ്യൂക്കേഷൻ്റെ റോളും വഹിക്കാനുണ്ടല്ലോ. വളരെയേറെ ഞാൻ ആ സിനിമയെ പറ്റിയിട്ട് സാങ്കേതികമായിട്ട് എനിക്കൊന്നും അറിഞ്ഞുകൂടാ. എനിക്ക് സിനിമയെ പറ്റിയിട്ട് അറിഞ്ഞുകൂടാ, ശ്യാമിന് രാഷ്ട്രീയത്തെ പറ്റിയിട്ട് അറിഞ്ഞുകൂടാ. രണ്ടും വേറെ വേറെ ലോകമാണ് അല്ലേ. അതിൽ ഓരോന്നിനും എന്തെങ്കിലും ഒരിക്കൽ ശ്യാം സാർ പിന്നെ ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്തെങ്കിലും പോയിട്ടുണ്ടോ? പോയിട്ടുണ്ട്, തീർച്ചയായും. ഷൂട്ടിംഗ് കണ്ടിട്ടുണ്ടോ സാർ? കണ്ടിട്ടുണ്ട്. എത്ര ശ്യാമൻ എന്നെ ചില സിനിമയ്ക്ക് കൊണ്ടുപോയി, അവൻ്റെ സിനിമ ചിലത് കൊണ്ടുപോയിട്ടുണ്ട്, അതൊക്കെ കാണും. പക്ഷെ അതിനോട് ഒരു ഒരു ഇഴുകിച്ചേരുന്ന ഒരു ഏർപ്പാടുണ്ട്, ഒരു ടോട്ടൽ കമ്മിറ്റ്മെൻറ്റ്. അതല്ല, എൻ്റെ ഫീൽഡ് വേറെയാണ്. ജീവിതത്തിൽ ഓരോരുത്തർക്കും ഓരോരോ ദൗത്യം ഉണ്ടല്ലോ. ആ ദൗത്യം പൂർണ്ണ മനസ്സോടുകൂടി ചെയ്യാന്നുള്ളതല്ലേ ചെയ്യേണ്ടത്. എന്നാലും സാറ് കണ്ടിട്ടുള്ളതിൽ വെച്ച് സാറിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സിനിമ എന്താണ് സാർ? ശങ്കരാഭരണം തെലുങ്കിലുള്ള, മലയാളത്തിൽ വന്നിട്ടുള്ളതാണല്ലോ. നല്ല ശ്യാം സാറിൻ്റെ പടങ്ങളിൽ സാറ് കണ്ടതിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട പടം? മറ്റേ അഗ്നിസാക്ഷി. സ്വാഭാവികമായിട്ടും നമ്മളൊക്കെ യാത്ര പോകുന്നത് മിക്കവാറും സ്ഥലങ്ങൾ കാണാനും അങ്ങനെയൊക്കെ ഉള്ളൊരു വേറൊരു തലത്തിലായിരിക്കുമല്ലോ സാധാരണ പോകുന്നത്. സാറ് പോകുന്ന യാത്രകളിൽ അങ്ങനെ ഈ സ്ഥലം കാണാൻ വേണ്ടിയിട്ടല്ല പോകാറുള്ളത്. എനിക്കുള്ളത് സ്ഥലം കാണാൻ വേണ്ടി ഞാൻ ആകെ ഒരിക്കലും ഒരു സ്ഥലത്തേ പോയിട്ടുള്ളൂ, സ്ഥലം കാണണം എന്നുള്ള നിലയ്ക്ക് മാത്രമായിട്ട്. അത് അയോധ്യയിലാണ്. സാർ അല്ലാതെ ഫോറിൻ കൺട്രീസ് ഏതൊക്കെ കണ്ടിട്ടുണ്ട് സാർ? ധാരാളം യാത്രയുണ്ട്. അമേരിക്കയിൽ പല പ്രാവശ്യം പോയിട്ടുണ്ട്, ഇംഗ്ലണ്ട് പോയിട്ടുണ്ട്, പിന്നെ ഇവിടുത്തെ ഈ ന്യൂസിലൻഡ്, സൗത്ത് ആഫ്രിക്ക, ഓസ്ട്രേലിയ തുടങ്ങിയിട്ടുള്ള പല രാജ്യങ്ങളും. യാത്രകൾ ചെയ്യുന്ന കുടുംബത്തോടൊപ്പമാണോ അതോ? അല്ല, ഇതൊക്കെ തന്നെ ഞാൻ പൊളിറ്റിക്കൽ ഞാൻ എൻ്റെ മന്ത്രിയായിരുന്ന അവസരത്തിൽ എനിക്ക് ഇവിടെയുള്ള ആൾക്കാർക്ക് മുഴുവൻ ഞാൻ റെയിൽവേ മാത്രമാണെന്ന് അവർക്ക് അറിയണത്, അവർ ധരിച്ചിട്ടുള്ളത്. റെയിൽവേയിൽ 21 മാസമേ ഉണ്ടായിട്ടുള്ളൂ. ഞാൻ ഏറെ സമയം 4.5 കൊല്ലം കൈകാര്യം ചെയ്തിട്ടുള്ള പാർലമെൻ്ററി അഫയേഴ്സാണ്. ഗവൺമെൻറ്റിന് ഭൂരിപക്ഷം ഇല്ലാത്തതായിട്ടുള്ള, ന്യൂനപക്ഷമായിട്ടുള്ള രാജ്യസഭയിൽ പാർലമെൻറ്റിൻ്റെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോയി ചുമതല എനിക്കായിരുന്നു. പാർലമെൻ്ററി അഫയേഴ്സ് മന്ത്രിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ലോകത്തിൽ മറ്റ് രാജ്യങ്ങളിലുള്ള പാർലമെൻ്ററി കാര്യങ്ങൾ എങ്ങനെ നടക്കുന്നു എന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോണത്. അപ്പോൾ ഓരോ രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. ഗൾഫ് രാജ്യങ്ങളിൽ മസ്കറ്റ്, അവിടെയൊക്കെ പോയിട്ടുണ്ട്. ഒരു സ്ത്രീകൾ ഇന്ന് ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ്, അതെ, അതിനെ സാറ് അത് നിർത്തലാക്കാൻ എന്തെങ്കിലും ഒരു കാര്യം സാറിൻ്റെ മനസ്സിൽ വരുന്നുണ്ട്? സ്ത്രീ വാസ്തവത്തിൽ എൻ്റെ ഗുരു അമ്മ പറയാറുള്ളതാണ്, ദൈവം പുരുഷനാണോ സ്ത്രീയാണോ എന്ന് ചോദിക്കുമ്പോൾ ദൈവം സ്ത്രീയല്ല പുരുഷനല്ല, അതൊരു ശക്തിയാണ്. ഇനി ഏതെങ്കിലും ഒരു സ്ത്രീയോ അല്ല പുരുഷനോ അങ്ങനെ രൂപത്തിൽ കാണണം എന്ന് അനിവാര്യമാണെങ്കിൽ അത് സ്ത്രീയാവണം, സ്ത്രീ രൂപത്തിലാവണം. എൻ്റെ ദൈവമായിട്ട് ഞാൻ കാണുന്നത് സ്ത്രീയാണ്. ഞാൻ ദേവിയാണ് ആരാധിക്കുന്നത്. എൻ്റെ ഗുരുവാണ് ദൈവം, ഗുരു സ്ത്രീയാണ്. സ്ത്രീകളുടെ വാസ്തവത്തിൽ ഒരു രാജ്യത്തിൻ്റെ സംസ്കാരം നിലനിർത്തുന്നത് സ്ത്രീകളാണ്. സ്ത്രീകളോടുള്ള അനീതിയാണ് വാസ്തവത്തിൽ മറ്റ് സംസ്കാരങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രകടമായിട്ടുള്ളത്. അവിടെ സ്ത്രീക്ക് രണ്ടാം സ്ഥാനമേ ഉള്ളൂ. നമ്മുടെ ഗ്രന്ഥങ്ങൾ പറയുന്നു, എവിടെയാണോ സ്ത്രീകൾ ആദരിക്കപ്പെടുന്നത് അവിടെ ദേവതകൾ നൃത്തം ചെയ്യുന്നതാണ് പറയണത്, സന്തോഷം കൊണ്ട്. ഇന്നിപ്പോൾ നമ്മുടെ സാഹചര്യം ഇപ്പോൾ അധപ്പതനത്തിൻ്റെ ഫലമായിട്ട് സ്ത്രീയെ ഒരു ഉപഭോഗ വസ്തുവായിട്ട് സ്ത്രീക്കെതിരെയുള്ള പീഡനങ്ങളും വളരെയേറെ ദുഃഖകരമായ സാഹചര്യമാണ്. അങ്ങനെ എന്തെങ്കിലും ആ ഒരു കണ്ണീരല്ലേ വാസ്തവത്തിൽ സ്ത്രീകളെ പറ്റി ഓർക്കുമ്പോൾ ഉടനെ കണ്ണീരാണ് ഓർമ്മ വരിക. MS പാടിയില്ലേ, MS പാടിയ ഗാനമുണ്ടല്ലോ, കണ്ണുനീർത്തുള്ളിയേ സ്ത്രീയോടുപമിച്ച കാവ്യഭാവനേ അഭിനന്ദനം നിനക്കഭിനന്ദനം, അഭിനന്ദനം അഭിനന്ദനം അഭിനന്ദനം.
കണ്ണുനീർത്തുള്ളിയെ സ്ത്രീയോടുപമിച്ച കാവ്യഭാവനെ അഭിനന്ദനം നിനക്കഭിനന്ദനം അഭിനന്ദനം അഭിനന്ദനം അഭിനന്ദനം. വ്യാസനോ കാളിദാസനോ അതു വില്യമോ ഷെല്ലിയോ ഷേക്സ്പിയറോ, വ്യാസനോ കാളിദാസനോ അതു വില്യമോ ഷെല്ലിയോ ഷേക്സ്പിയറോ, അഭിനന്ദനം നിനക്കഭിനന്ദനം അഭിനന്ദനം അഭിനന്ദനം അഭിനന്ദനം. കണ്ണുനീർത്തുള്ളിയെ സ്ത്രീയോടുപമിച്ച കാവ്യഭാവനെ അഭിനന്ദനം നിനക്കഭിനന്ദനം അഭിനന്ദനം അഭിനന്ദനം അഭിനന്ദനം. അഭിനന്ദനം തന്നെ ആണ്. അതെ സർ, അഭിനന്ദനം. ശരിക്കും അഭിനന്ദനം കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു വർക്കാണിത്. സങ്കല്പമുണ്ടല്ലോ അതിൻ്റെ ആ കാഴ്ചപ്പാട്. വാസ്തവത്തിൽ സ്ത്രീകളുടെ സ്ഥിതി അതിനൊരു മാറ്റം വരികയാണെങ്കിൽ എത്ര നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു കുടുംബത്തിൻ്റെ വിളക്കല്ലേ സ്ത്രീ. അതിനെ അത് നേരെ മറിച്ച് ഇന്നിപ്പോൾ ഈ സാമൂഹ്യ ദുരാചാരങ്ങളുടെയൊക്കെ ഫലമായിട്ട് അവളുടെ കണ്ണുനീരായിട്ട് മാറിയിരിക്കുന്നു. ഇനി സാർ നമ്മുടെ സാറിൻ്റെ ചില ഡേറ്റ്സ് ഒക്കെ ഓർമ്മയുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇയർ പറഞ്ഞാൽ മതി. വിയൂർ സെൻട്രൽ ജയിലിൽ സാർ കിടന്ന ഞാൻ ജനിച്ചത് 1929 സെപ്റ്റംബർ 15 ഓണത്തിരുവോണം ആയല്ലോ. പിന്നെ ഉണ്ടായിട്ടുള്ളത് ഹൈസ്കൂൾ SSLC പാസ്സായത് 1946 1947 സ്വാതന്ത്ര്യം കിട്ടുന്ന അവസരത്തിൽ ഞാൻ പാലക്കാട് വിക്ടോറിയ കോളേജിൽ ഇൻ്റർമീഡിയറ്റിന് പഠിക്കുകയാണ് ഹോസ്റ്റലിൽ താമസിക്കുമ്പോൾ. സാറിൻ്റെ മാരേജ് ആനിവേഴ്സറി ഡേറ്റ് 30th March 1957. സാർ വിയൂർ സെൻട്രൽ ജയിലിൽ കിടന്ന വർഷം 1975. എന്നെ റിലീസ് ചെയ്ത് 77 സാർ ആദ്യമായി രാജ്യസഭാംഗമായ വർഷം 30 ജൂലൈ 1992. വെരി ഷാർപ്പ് സർ. സാറിന് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഒന്നേ പറയാവൂ. വെജിറ്റബിൾ സൂപ്പ്. സാറിന് ഇഷ്ടപ്പെട്ട നിറം അതർ ദാൻ കാവി. കാവ്യാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അതർ ദാൻ കാവി. അപ്പോൾ പിന്നെ സെക്കൻഡ് ബെസ്റ്റ് ആണത്. സെക്കൻഡ് ബെസ്റ്റ്. പച്ച. സാറിന് ഇഷ്ടപ്പെട്ട സ്ഥലം. നമ്മുടെ ഈ ക്ലൈമറ്റും അവിടുത്തെ അറ്റ്മോസ്ഫിയറൊക്കെ നോക്കണ അവസരത്തിൽ എനിക്ക് അങ്ങനെ ഇഷ്ടം തോന്നിയിട്ടില്ല. ന്യൂസിലൻഡാണ്. ന്യൂസിലൻഡിൽ പോയാൽ അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ തന്നെ വളരെ വളരെ തീരെ പൊല്യൂഷൻ ഇല്ലാത്തതാണ്. അങ്ങനെ അവിടുത്തെ ആ ഒരു അതിൻ്റെ അനുഭവം അതിൽ പലരും പറയുന്നുണ്ട്. അത് ശ്രദ്ധിച്ചിട്ടാണത്. സാറിൻ്റെ ഇഷ്ടപ്പെട്ട സാറിൻ്റെ ക്വാളിറ്റി. എല്ലാവരോടും ഒരു സ്നേഹത്തിൻ്റെ രീതിയിൽ പെരുമാറുന്ന ആ സ്നേഹം എന്നുള്ള ക്വാളിറ്റി, അതാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. സാറ് വെറുക്കുന്ന സാറിൻ്റെ ഇഷ്ടമല്ലാത്ത, അയ്യോ ഇത് വേണ്ടായിരുന്നു, ഈ ക്യാരക്ടർ എനിക്ക് വേണ്ടായിരുന്നു, ഇത് പാടില്ല എന്ന് വിചാരിക്കുന്ന സാറിൻ്റെ ദേഷ്യപ്പെടുന്നുണ്ട്. സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം പാലക്കാട്, തിരുവനന്തപുരം, ഡൽഹി. സാറിന് ഏറ്റവും സെറ്റിലായി സാർ എപ്പോഴും മെൻ്റലി കൂളാവുന്ന ഒരു സ്ഥലം? തീർച്ചയായിട്ടും തിരുവനന്തപുരമാണ്. ഡൽഹി അല്ല, തിരുവനന്തപുരമാണ് ഐഡിയൽ. ക്ലൈമറ്റ് നല്ലതാണ്, സുഖമായിട്ടുള്ള പിന്നെ താരതമ്യേന ശാന്തമായിട്ടുള്ള ഏർപ്പാടാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ സർ. സാറ് ആൻസർ ചെയ്യില്ല എന്ന് എനിക്ക് തോന്നുന്നെങ്കിലും ആൻസർ ചെയ്യണം. അതർ ദാൻ പൊളിറ്റിക്സ്, അറ്റ് എനി പോയിൻ്റ് ഓഫ് ടൈം സാറിൻ്റെ ലൈഫിൽ എവിടെയെങ്കിലും വെച്ചിട്ട് അങ്ങനെ ഒരു പ്രൊഫഷൻ ഏറ്റെടുക്കേണ്ടി വന്നിരുന്നെങ്കിൽ സാർ ഏത് പ്രൊഫഷൻ?
ഞാനൊരു ബ്രഹ്മചാരിയാകുമായിരുന്നു. ഒരു സന്യാസി ബ്രഹ്മചാരി ആവണം എന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. മദ്രാസ് അല്ല, ഡൽഹിയിൽ നിന്ന് മടങ്ങി വന്ന അവസരത്തിൽ ഞാൻ എൻ്റെ പുസ്തകങ്ങളും കുറേ സാധനങ്ങളൊക്കെ ഞാൻ ആശ്രമത്തിലേക്കാണ് കൊണ്ടുവന്നത്. ആശ്രമത്തിൽ എനിക്കൊരു മുറിയുണ്ട്. അപ്പോൾ ആശ്രമത്തിൽ താമസിച്ച് അന്തേവാസിയായിട്ട് കൂടാം എന്ന നിലയ്ക്കാണ് ഞാൻ ആഗ്രഹിച്ചത്. പക്ഷേ അമ്മ നിർദ്ദേശിച്ചു, മോനെ വളർത്തിയെടുത്ത ഒരു പ്രസ്ഥാനമാണ്, ആ പ്രസ്ഥാനത്തിന് എന്താ വേണ്ടതെന്നുള്ളത് ആദ്യം നോക്കൂ. അങ്ങനെയാണ് ഉപദേശിച്ചത്. ഞാൻ ആദ്യം നേരെ ചോദിച്ചു, അവിടെ പോയി. അപ്പം ആ പ്രസ്ഥാനത്തിൻ്റെ പണി നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എപ്പോഴെപ്പോഴൊക്കെ വേണമെങ്കിൽ അമ്മയെ കാണാം, അമ്മയെ എപ്പോഴും കാണാം, അതിനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ട് നമുക്ക് അവിടെ. എന്തായാലും സർ, സ്മൃതി മുദ്രകളിൽ വന്ന് സാറിൻ്റെ കുറച്ച് ഓർമ്മകൾ അയവിറക്കാൻ പറ്റി, കുറച്ച് പാട്ടുകൾ കേൾക്കാൻ പറ്റി, വളരെ ഒരു ഇൻഫോർമലായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റി, കുറച്ചുകൂടെ അടുത്ത് പരിചയപ്പെടാൻ പറ്റി. വളരെ സന്തോഷം സർ. എൻ്റെ ഓണമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു വരുന്നത്. ഓണക്കാലത്താണ് വരുന്നതെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും സർ, പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടൊരു നല്ല ഓണാശംസ. എല്ലാവർക്കും ഓണാശംസകൾ. ധർമ്മബോധം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന.